അവർക്കൊന്ന് സാമ്പത്തികമായി ഒരുപാട് ബാധ്യതകൾ നാട്ടിലുണ്ട്. മിക്കവാറൊക്കെ പേരൻസ് തലയിലേക്ക് കയറ്റി വെച്ചിട്ടുള്ള വലിയ സാമ്പത്തിക ഭാരങ്ങൾ. ഇത്തരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ ഒരു സൈഡിൽ നിൽക്കുന്നു. മറ്റൊരിടത്ത് ചെറിയ കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ ജീവിക്കുന്നു. ഇതിനിടയിൽ ജോലി. അപ്പോൾ ഇതെല്ലാം കൂടി സത്യത്തിൽ ആകെ ഒരു വീക്കെൻഡിലായിരിക്കും ഒരു ഓഫ് ഡേ എന്ന് പറയുന്നവർക്കുള്ളൂ. പക്ഷേ ആ അവധി ദിവസം പോലും ഓവർ ടൈമായി ജോലി ചെയ്തുകൊണ്ട് ഈ വീട്ടിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഓർത്ത് അധിക ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്ന ധാരാളം പേരുണ്ട്. അപ്പോൾ ഇവർക്കിടയിൽ സത്യത്തിൽ പരസ്പരം കാണാൻ പോലും സമയമില്ല എന്നുള്ളതാണ്. പരസ്പരം കണ്ട് സംസാരിക്കാൻ പോലും സമയമില്ല. ഇപ്പോൾ ഒരാളുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് അവസാനിച്ച് അയാൾ വീട്ടിലേക്ക് വരുമ്പോൾ ഇവരാകെ ചെയ്യുന്ന ഒരേ ഒരു കാര്യം, ഞാൻ മോളെ ഡേ കെയറിൽ വിട്ടിട്ടുണ്ട്, നീ പോയി വിളിച്ചുകൊണ്ട് പോരെ, ഞാൻ ഇറങ്ങുവാണ് എന്നതാണ്. അല്ലെങ്കിൽ സ്കൂൾ വാൻ 3 മണിക്ക് എത്തും, നീ മോനെ പിക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ കിച്ചണിൽ ഞാൻ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങ് പോവുകയാണ്. ഒരാൾക്ക് ഡേ, ഒരാൾക്ക് നൈറ്റ്. ഈ 2 വ്യത്യസ്ത ഷിഫ്റ്റുകളിലായിട്ട് പരസ്പരം കാണാനോ സംസാരിക്കാനോ കഴിയാതെ ഒരുപാട് മലയാളികൾ മറ്റ് വിദേശ രാജ്യങ്ങളിലുണ്ട്. അവരനുഭവിക്കുന്ന വൈകാരിക ദുരിതങ്ങൾ നമ്മുടെ നാട്ടിലിരുന്ന് അനുഭവിക്കുന്ന ആളുകളേക്കാൾ ഭയാനകമാണ്. അവർക്കൊന്നിനും സമയമില്ല.